നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ധർമ്മന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ബാലന് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പക്ഷേങ്കിൽ അവസാനം ധർമ്മൻ ആ സങ്കടം മാറ്റുവാണ്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം അനുഗ്രഹം മേടിക്കാനായിട്ട് ബാലന്റെ അടുത്തേക്കാണ് ധർമ്മൻ ഓടി വരുന്നത്. അത് ധർമ്മന് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം കല്യാണം അതിൻ്റെ അച്യുതൻ്റെ ഇതിൽ നടന്നു. പക്ഷെ അങ്ങനെയല്ല, അനുഗ്രഹം മേടിക്കുന്നുണ്ടെങ്കിൽ താൻ ആദ്യം മേടിക്കേണ്ടത് തൻ്റെ ബാലേൻ്റെയും തൻ്റെ ചേച്ചിയുടെയാന്നുള്ള കാര്യം ധർമ്മൻ അറിയായിരുന്നു. അങ്ങനെ വന്ന് അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം ബാലനും കോമതിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും സമയം മനസ്സ് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. തനിക്ക് അവരെ കൈവച്ചെന്ന് അനുഗ്രഹിക്കാൻ പറ്റിയല്ലോ എന്നൊരു വിഷമമൊക്കെ ബാലനുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് അതെല്ലാം മാറി. അങ്ങനെയല്ല, കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് പോരാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. ആ സമയം ശ്രീദേവിയുടെ നെഞ്ചു കടന്ന് കത്തിക്കൊണ്ടിരിക്കുക. എങ്ങനെ താൻ വീട്ടിലേക്ക് പോകും? തന്നോട് ഇവിടുന്ന് നേരെ തൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ഓർത്ത് ശ്രീദേവി വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്രീദേവിയുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രീദേവിയുടെ മുഖത്തെ ടെൻഷനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. എന്ത് പറ്റി? വല്ലാത്തൊരു ടെൻഷനാണല്ലോ എന്ന് പറയണേ. ഒന്നുമില്ലാന്ന് പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണേ. എന്ത്? അല്ല, ഇപ്പോഴത്തെ ഈ ടെൻഷൻ്റെ കാര്യങ്ങളൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നടക്കേണ്ട സമയത്ത് നടക്കും. ധൈര്യമായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു. ഇതെന്താ ഈ നന്ദൻ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. ശ്രീദേവിക്കൊന്നും മനസ്സിലായില്ല. പിന്നീട് നന്ദൻ ഒരു ചെറു പുഞ്ചിരിയോട് ഓടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. ആ സമയത്ത് ശ്രീദേവി അന്വേഷിച്ച് മീനാക്ഷിയും ഇത്രയും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ ശ്രീദേവി ഇങ്ങനെ ഒരിടത്ത് മാറി നിൽക്കുന്ന കണ്ടപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താ ദേവിയെടുത്ത് ഇങ്ങനെ നിൽക്കണേ? ദേവിയെടുത്ത് എന്താ അങ്ങോട്ടേക്ക് വരാത്ത? ബാ, അവിടെ എല്ലാവരും ദേവിയെടുത്ത് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. ഞാൻ വന്നോളാം. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശ്രീദേവിയെടുത്തേക്ക് എന്ത് പറ്റി? വന്നപ്പോൾ ഒന്നും ശ്രദ്ധിക്കുന്ന ഞാൻ അടുത്ത് മിത്രയോട് പറയുകയും ചെയ്തു എന്ന് മീനാക്ഷി പറഞ്ഞു. ഒന്നുമില്ല, അത് വെറുതെ നിങ്ങൾക്ക് തോന്നുന്നതാ. അങ്ങനെയാണെ പ്രശ്നമില്ല, ദേവിയെടുത്ത് ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് ഞങ്ങൾ കയ്യെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് പോയി. ആ സമയം ശ്രീദേവി ഓർത്ത്, ദൈവമേ, ഇത്തിരി കഴിയുമ്പോൾ താൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇനി എന്ത് ചെയ്യും? ഇവരൊക്കെ തൻ്റെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കല്ലേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പോകാനായിട്ട് ഇറങ്ങുവാണ്. ശ്രീദേവിക്ക് വീട്ടിലേക്ക് പോയാൽ കൊള്ളാമെന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രീദേവിക്കൊന്ന് ആനന്ദിനോട് സംസാരിക്കണം തോന്നി. അങ്ങനെ ആനന്ദിൻ്റെ അടുത്ത് ചെന്നിട്ട് ആനന്ദിനോട് പറഞ്ഞു, ആനന്ദേട്ടാ, ഇന്നത്തെ ദിവസം ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും നല്ല സങ്കടമായിരിക്കും. ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പോയിക്കോളാം അവിടുന്ന്. ഇപ്പം എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞു, എന്നോട് ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്ക് തിരിച്ചു പോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. ആനന്ദേട്ടാ, പ്ലീസ് ആനന്ദേട്ടാ, ഇപ്പം ഇത്ര പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ട് എല്ലാവരും നല്ല സങ്കടത്തിലായിരിക്കും, അച്ഛനും അമ്മയൊക്കെ. ആ സമയത്ത് ഞാനും കൂടെ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒടുവിൽ ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ഒരു ദിവസം കൂടെ, നാളെ നീ പോയിക്കോണം എന്നൊക്കെ പറഞ്ഞു. ശ്രീദേവിക്ക് സന്തോഷമായി. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. കാരണം കല്യാണം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലുള്ള സമയത്ത് താൻ അവിടെ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ തോന്നും. അങ്ങനെ ശ്രീദേവിയും കൂടെ ആ കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങൂടെ എല്ലാവരുടെ ഒപ്പം. ശ്രീദേവിക്ക് മനസ്സിൽ സന്തോഷം ഉണ്ടെങ്കിലും നാളെ താൻ തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് പോകണല്ലോ എന്നൊരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉദയഭാനു ശ്രീകല അങ്ങോട്ടേക്ക് വന്ന് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിക്ക് നല്ല സങ്കടമായി. ശ്രീദേവി ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഇന്നൊരു ദിവസം കൂടെ എനിക്ക് നീട്ടി കിട്ടിയിട്ടുണ്ട്. നാളെ ഞാൻ വീട് വിട്ട് ഇറങ്ങേണ്ടി വരും. നാളെ ഞാൻ ആ വീട്ടിലേക്കാണ് വരുന്നത്. അറിയാലോ, നിങ്ങൾ കാണിച്ച പരിപാടി കൊണ്ടാണ് നിങ്ങളുടെ ഒരേ കള്ളത്തരങ്ങൾ, അതാ ഇപ്പം എൻ്റെ ജീവിതം നശിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് കേട്ടപ്പോൾ ശ്രീകല പറഞ്ഞു, മോളെ നീ വിഷമിക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ ആനന്ദിനോട് ഒന്ന് സംസാരിക്കാമെന്ന് പറയാം. ദൈവത്തെ ഓർത്ത് സംസാരിക്കാനൊന്നും പോകണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. ഇനി നിങ്ങൾ സംസാരിക്കാൻ പോയിട്ട് വേണം ഇനി ഇത് ബാലച്ചനൊക്കെ അറിയാനായിട്ട്. ഞാൻ വീട് വിട്ടിറങ്ങിക്കുമ്പോൾ എന്താളും അറിയും. എന്നാലും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂടെ അവർ സമാധാനമായിട്ട് കഴിഞ്ഞോട്ടെ. അല്ലെങ്കിൽ തന്നെ ബാലച്ചൻ ഇന്ന് നല്ല ടെൻഷനുള്ള ദിവസമാണെന്നൊക്കെ പറഞ്ഞു. ആ സമയം അലോക് നേരെ അച്യുതൻ്റെ അനന്തൻ്റെ അടുത്തേക്ക് എല്ലുവാണ്. അവരുടെ അടുത്ത് എന്നിട്ട് അല്ല, എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട്, ഇതെങ്ങനെ ശരിയാക്കി എടുത്തു? എന്ത്? അല്ല, ഈ കല്യാണം. എടാ, നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? ഞങ്ങൾ ആ ഗോമതി സ്റ്റോഴ്സ് ബാലിന്റെ മുന്നിൽ തോറ്റു പോകുന്നു? ഒരിക്കലുമില്ല. അങ്ങനെ തോൽക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തേ. അപ്പോഴേക്കും അലോ പറഞ്ഞു, എനിക്ക് അപ്പോഴേ ചെറിയ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ എന്തേലും പണി വെക്കുമെന്നുള്ള കാര്യം എനിക്കിപ്പോൾ സന്തോഷമായി. എന്തായാലും ആ ഗോമതി സ്റ്റോഴ്സ് ബാലം മുട്ടുകുത്തിയില്ലോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു അലോകിൻ്റെ മനസ്സിലും.
നീ വിഷമിക്കാതിരിക്കടാ, ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നല്ല മംഗളകരമായിട്ട് നടക്കും. കണ്ടു, രാജശ്രീയുടെ ബന്ധു കൂടിയാണ് സുകന്യ, നിനക്കതറിയാലോ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കും ഇനി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ വീട്ടിൽ വന്ന് കയറിയാലും ശ്രീദേവിയുടെ നെഞ്ചിനകത്തൊരു പിടപ്പായിരുന്നു. ബാലനാണെങ്കിലോ അധികം വലിയ സന്തോഷം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ധർമ്മന്റെ കാര്യം ഓർത്തിട്ടായിരുന്നു വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളും. കാരണം ധർമ്മന്റെ കല്യാണം അത് മുടക്കാൻ വേണ്ടിയിട്ട് അനന്തനും അച്ഛനൊക്കെ നന്നായിട്ട് പണിപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അവരല്ലാതെ വേറെ ആരും ഇത് ചെയ്യത്തില്ല, അവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേങ്കിൽ സൗദാമിനിയാന്ന് പറഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ രാമേട്ടൻ്റെ മോളാണോ അതോ വേറെ ഏതെങ്കിലും പെണ്ണാണോ എന്ന് പോലും അറിയത്തില്ല. രാമേട്ടനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. പക്ഷെ അതിനകത്തൊരു എത്തും പിടിയും കിട്ടിയില്ല ബാലന്. ഇതിനകത്ത് എന്തോ ഒരു വലിയ ചതി നടന്നിട്ടുണ്ടെന്ന് മാത്രം മനസ്സിലായി. ആ സൗദാമിനി എന്ന് പറയുന്ന അവര് ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് അത്രയും വലിയ ഷോ ഒക്കെ കാണിക്കണമെങ്കിൽ, അത് മാത്രമല്ല കൃഷ്ണമംഗലംകാരെ കല്യാണം നടത്തുമെന്ന് അറിഞ്ഞപ്പോൾ അവർ വെല്ലുവിളി നടത്തിയിട്ട് പോയതാ. പിന്നെ അവരെക്കുറിച്ചൊരു വിവരമില്ല. ബാലിന് ഫോൺ വിളിച്ചു കഴിഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് എന്നാ പറഞ്ഞേ. അപ്പോഴേ ബാലിന് ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയിൽ എല്ലാവരും കൂടെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ശ്രീദേവിക്ക് എന്തോ ഒരു തലറക്കം പോലെ തോന്നുവാണ്. ശ്രീദേവി ആദ്യം അത് മൈൻഡ് ചെയ്യാതിരുന്നു. പക്ഷെ പെട്ടെന്ന് ശ്രീദേവി അവിടെ തലയിറങ്ങി വീഴുവാണ്. എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. ആർക്കും എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ സമയം മീനാക്ഷി ഓടിപ്പോയി കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്ന് ശ്രീദേവിയുടെ മുഖത്ത് തളിക്കുന്നുണ്ട്. ശ്രീദേവി ഇതൊക്കെ കണ്ണുറന്ന് ചുറ്റും നോക്കി. അപ്പോഴ് ആനന്ദ് ഓർത്ത് ഇതൊക്കെ ഇവളുടെ അടവോ അഭ്യാസമാണ്. ഇവൾ ഇതിനു മുമ്പ് പല അടവോ അഭ്യാസം കാണിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. ആനന്ദിൻ്റെ അടുത്ത് വന്നിട്ട് ഗോമതിയും ബാലനൊക്കെ പറഞ്ഞു, എടാ നീ പെട്ടെന്ന് തന്നെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്, എന്താണെന്ന് അറിയത്തില്ലോ. അത് കേട്ടപ്പോൾ ആനന്ദ് പറഞ്ഞേ അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു, ഇപ്പം എനിക്ക് പ്രശ്നമൊന്നും ഇല്ലമ്മേ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ ആനന്ദ് നിവർത്തി കേട്ട് ശ്രീദേവിയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വീട്ടിലെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ഇന്നും കൂടെ ഉള്ളു നിന്റെ വീട്ടിലെ ജീവിതം. അത് കഴിഞ്ഞാൽ പിന്നെ നാളെ നിനക്ക് ആ വീട് വിട്ട് പോകേണ്ടതായിട്ട് വരും, അറിയാലോ. നീ ഇനിയിപ്പോൾ എന്താടോ അഭ്യാസം എടുത്താലൊന്നും അതൊന്നും വില പോകുന്നില്ല. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടൻ ഇങ്ങനൊന്നും പറയില്ല, ഞാനൊരു അടവ് എടുത്തതല്ല. എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്, അന്ന് ഞാൻ നിന്റെ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് നീ ഇതുപോലെ ഒന്ന് തലയിറങ്ങി നാടകം കളിച്ചായിരുന്നു. ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും നാടകം ഇവിടെ കളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നടപ്പാവില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിന് ശ്രീദേവി ഒരു മറുപടി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് വല്ലാത്തൊരു വിങ്ങലായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരു ബുദ്ധിമുട്ട്. ഒടുവിൽ അവർ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ആനന്ദിനെ അങ്ങോട്ട് വിളിക്കുവാണ്. ആനന്ദ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കൺഗ്രാസ് പറയണേ. എന്താ ഡോക്ടറെ, എന്താ കാര്യം? അതെ, നിങ്ങളൊരു അച്ഛനാകാൻ പോവാന്ന് പറയണേ. ഒരു നിമിഷം ആനന്ദ് ഞെട്ടിപ്പോയി. ആനന്ദ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ശ്രീദേവിയുടെ മുഖം വല്ലാതെ സന്തോഷത വിടർന്നു. ശ്രീദേവിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേങ്കിൽ അതേ സമയത്ത് തന്നെ ഒരു സങ്കടം. കാരണം ആനന്ദേട്ടൻ തന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനിരിക്കുക നാളെ. അപ്പം ഇനി എന്ത് ചെയ്യുന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എന്തൊക്കെ ചെയ്യണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വിടുവാണ്. പക്ഷെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും ആനന്ദിൻ്റെ മുഖത്ത് ശ്രീദേവി ഒരു അമ്മയാൻ പോകുന്നതിന് സന്തോഷം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ആനന്ദിന് ടെൻഷനായിരുന്നു. കാരണം ശ്രീദേവിയെ വീട്ടിൽ കൊണ്ട് വിടാനിരുന്നാണ്. ആ സമയത്താണ് ഇങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നൊരു ചിന്ത. അവൾ ഗർഭിണിയും കൂടെ ആയിട്ടുണ്ടെങ്കിൽ തൻ്റെ കുഞ്ഞാണല്ലോ അവളുടെ വയറ്റ് വളരുന്നതെന്ന ചിന്ത ശ്രീദേവിയോട്. പിന്നീട് ആനന്ദ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തൽക്കാലത്തേക്ക് നീ ഇതാരുടെ വീട്ടിൽ പറയാനൊന്നും പോകണ്ട. അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഭയങ്കര വിഷമായി. അതെന്താ ആനന്ദേട്ട അങ്ങനെ പറഞ്ഞ്? വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറഞ്ഞു. ആ സമയം ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ട ഒരു പക്ഷേ അച്ഛനും അമ്മയൊക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും ഇരിക്കുന്നത് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കിതെന്താളും മറച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ആനന്ദിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒടുവിൽ അവർ വരുന്നതും കാത്ത് ഗോമതിയും ബാലനും ഇത്തരം മീനാക്ഷിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി നിട്ടിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയാ നിനക്ക്? എന്ത് പറ്റി? തലാർക്കോ ഭയങ്കര ടെൻഷനാണ് ഗോമതിക്ക്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോഴാണ് ശ്രീദേവി ആ കാര്യം പറയണേ. അതെ, വിശേഷം ഉണ്ടമ്മേ, ഞാൻ അമ്മയാൻ പോവാന്നുള്ള കാര്യം. ആനന്ദൊന്നും മിണ്ടാതെ നിൽക്കണം. അത് കേട്ടപ്പോൾ ഗോമതിക്ക് ഭയങ്കര സന്തോഷമായി. ഗോമതി ശ്രീദേവി കെട്ടിപ്പിടിക്കണം. അതുപോലെ തന്നെ ബാലിനും അതായിരുന്നു. കാരണം കുറച്ചു മുമ്പ് വരെ ബാലിന് ഉദയഭാനുടെല്ലാം നല്ല ദേഷ്യം ഉണ്ടായിരുന്നു ശ്രീദേവിയുടെ ഒക്കെ. പക്ഷേ ശ്രീദേവി ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സന്തോഷം. പെട്ടെന്ന് ഗോമതി പറഞ്ഞു, അതെ നിങ്ങളിപ്പോൾ പെരയ്ക്കകത്ത് കയറില്ല, അവിടെ നിൽക്കുമെന്ന് പറയണം. അങ്ങനെ ഓടിപ്പോയി ആരതിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് രണ്ടുപേരെയും കൂടെ നിർത്തി ആരതിയൊക്കെ ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റാൻ തുടങ്ങുമ്പോഴത്തേനും കൈ കിടന്നൊരു വള ഊരിയെടുത്തു.
ഗോമതി. എന്നിട്ട് അത് ശ്രീദേവിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രീദേവിയുടെ കണ്ണ് നിറഞ്ഞു പോയി. ശ്രീദേവി ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെയൊക്കെ. പക്ഷെ ആനന്ദിന്റെ മുഖത്ത് അതിന്റെ സന്തോഷമൊന്നും കണ്ടില്ല. അത് മീനാക്ഷിയും ഇത്രയും ചോദിക്കുകയും ചെയ്തു. ആനന്ദേട്ടാ, എന്ത് പറ്റി ആനന്ദേട്ടാ? ആനന്ദേട്ടൻ്റെ മുഖത്തൊരു സന്തോഷമില്ലോ ശ്രീദേവി ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടും. കാരണം ദേവമംഗലത്ത് ആദ്യത്തെ കുഞ്ഞിക്കാലാണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ബാക്കി എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഒരു ഉത്സവ പ്രതീതിയാണ്. ധർമ്മൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ ഇപ്പം ആണ്ട് ശ്രീദേവി ഗർഭിണിയായതും അവർക്ക് സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. പക്ഷെ ആനന്ദിന് മനസ്സിന് മാത്രം സങ്കടമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു സങ്കടം. അതേ ഒരു അവസ്ഥയിലായിരുന്നു ശ്രീദേവി. തന്നെ ഇനി പറഞ്ഞു വിടുമോ എന്നൊരു ചിന്ത. പക്ഷേ ഇത് വെച്ച് ഉദയഭാനു ശ്രീകലയൊക്കെ ഒരു കളി കളിക്കും. ശ്രീദേവി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.